യൂട്യൂബ് ചാനൽ. അപ്പോൾ അന്ന് വലിയ വീരവാദമൊക്കെ അടിച്ചിട്ട് ഞാൻ പോയതാണ്, ഞാൻ ഇനി തൊട്ട് എപ്പോഴും പോസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നടന്നില്ല, നമുക്ക് കണ്ടിട്ടൊന്നും കിട്ടില്ല, നമ്മൾ പോസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഇത് വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നു. അപ്പം എൻ്റെ ഈ ഒരു ലുക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് എനിക്കൊരു ഷൂട്ടുണ്ട്, ഓണം റിലേറ്റഡ് ഷൂട്ടാണ്. അപ്പം അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ബാക്കിലൊക്കെ കുറേ അലമ്പുകളുണ്ട്, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു സമയം 6:30-6:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെഡിയൊക്കെ ആയി, ഇനി പോകണം. നമ്മൾ 6:30 ആകുമ്പോൾ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞാണ്, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പം റെഡി ആയിട്ടുണ്ട്. എനിക്ക് കോൾ വരുന്നു, എൻ്റെ ക്യാമറമാൻ കിടന്ന് വിളിച്ചോണ്ടേ ഇരിക്കുന്നു. ആ അപ്പോൾ ഞാനിത് റെഡിയൊക്കെ ഇനി കഴിക്കണം. അമ്മ അവിടെ കഴിക്കാൻ പെടുന്ന ബഹളം വെക്കുന്നുണ്ട്. കഴിച്ചിട്ട് നമ്മളിന്ന് എപ്പോഴും ഞാനിവിടെ അമ്പലത്തിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വെറൈറ്റി പിടിച്ചു. ഇന്ന് നമ്മൾ പൈകയിലൊരു സ്ഥലത്താണ് ഷൂട്ട് ചെയ്യുന്നത്, മല്ലികശ്ശേരി ഓർ സംതിങ്. ഞാൻ പോയിട്ടില്ല ഇതുവരെ, എൻ്റെ ക്യാമറാമാൻ പറഞ്ഞ എൻ്റെ അറിവ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അയ്യോ, ഞാൻ ഇയാളെ നേരത്തെ ഉണ്ട് വയ്യ. അയ്യോ, ഇത് കണ്ടു. ഇന്നലെ രാത്രിയിൽ ഞാൻ എൻ്റെ റൂം അടിക്കുക, അപ്പോൾ എനിക്കൊരു മൈലാഞ്ചി കിട്ടി. അപ്പോൾ എനിക്ക് മൈലാഞ്ചി എണ്ണൊന്ന് അതിഭയങ്കരമായ കൊതി വന്നു. അങ്ങനെ ഞാൻ വരയിട്ടാണ്. ഒന്നും എനിക്കറിയത്തില്ല, എനിക്ക് മൈലാഞ്ചി അറിയത്തില്ല. അതുകൊണ്ട് ഒരു വട്ടം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ആരും ഇടാത്ത ടൈപ്പ് ഓഫ് ഒരു ഡിസൈൻ ഇട്ടു. രാത്രിയിൽ ഞാൻ ഇരുന്നിട്ടേ. അപ്പം ഒന്നും ശരിയായിട്ടൊന്നുമില്ല, പക്ഷെ ചുമ്മാ ഒരു കൊതി, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ, അപ്പോൾ ഓൾറെഡി ലേറ്റാണ്, പോകണം. കഴിക്കട്ടെ, എന്നിട്ട് അപ്പം കാണാം. സോ ഗൈസ്, ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറ്റി. എന്നുവെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഷൂട്ടിന് പോകുന്നത്. എൻ്റെ വീട്ടിലൊരു അലമ്പ് പറ്റി. സോ ഗൈസ്, ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറ്റി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് പോകുന്നത്, ഞാൻ വണ്ടിയും കൊണ്ടാണ് പോകുന്നത്. തീരെ ഇഷ്ടമായിട്ടില്ല. പിന്നെ അച്ഛൻ്റെ ഐഡിയ ആയതുകൊണ്ട് മാത്രം അമ്മ സമ്മതിച്ചു. അപ്പം ഞാനും എൻ്റെ ക്യാമറമാനും മാത്രമാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ പോട്ടെ. അപ്പോൾ ഹെൽമെറ്റ് വെക്കുമ്പോൾ എന്നാലും മുടിയെല്ലാം പോകും, അതുകൊണ്ട് ഞാൻ മുടി ഇങ്ങനെ കെട്ടി. അപ്പോൾ ഓക്കെ, ഇനി മിക്കവാറും അവിടെ ചെന്നിട്ടായിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ ക്യാമറമാനെ കാണുമ്പോൾ കാണിക്കാം. ബൈ. This is our cameraman. സോ ഗൈസ്, നമ്മളിത് ഇവിടെ എത്തി, പ്രകൃതി രമണീയമായ സ്ഥലത്ത്. എൻ്റെ ഫോട്ടോഗ്രാഫറിന് ഭയങ്കര നാണമാണ്, പക്ഷെ ഞാൻ കാണിക്കും. നോക്കൂ, ഇതാണ് അമ്പാൻ. ഞങ്ങൾ അണ്ണനും അണ്ണനും അമ്പാനും അങ്ങനെയുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. യെസ്, എൻ്റെ എല്ലാ വീഡിയോയുടെ അടിയിലും അല്ലെങ്കിൽ എൻ്റെ സ്റ്റോറിയുടെ അടിയിലൊക്കെ ഒന്ന് കമൻ്റ് ഇടുന്നതാണ്. അതാണ് കണ്ടോ, പശുവൊക്കെ ഉണ്ട്, ഭയങ്കര പ്രകൃതി രമണീയമായ പാടം. ഇപ്പം ഒന്നാമത് നമ്മൾ ലേറ്റാണ്, ഭയങ്കര വെയിലുവാ. സോ ഇനി ഇടയ്ക്കൊക്കെ എപ്പോഴും കാണാം. കഞ്ഞി തീരാറായി ഗൈസ്. എവിടെ നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു അമ്പലം വരെ പോകാനുണ്ട്, അവിടെ നിന്നും കൂടി എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോകും. ബൈ ബൈ ബൈ. കാണത്തില്ല. So guys, this is our next location. ഇവിടെ ഒരു കുളമുണ്ട്, കാണിച്ചു. കണ്ടു.
ഇവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതെനിക്ക് കാണിക്കാൻ പറ്റില്ല, ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റായി. എൻ്റെ വീട്ടിൽ നിന്ന് വിളിയൊക്കെ വന്നു തുടങ്ങി. സോ നമുക്കിനി എപ്പോഴാ വീട്ടിൽ ചെന്ന്. സോ ഗൈസ്, നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അധികം കാണിക്കാനൊന്നുമില്ല. ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാം. അപ്പോൾ വണ്ടി, ഞാൻ മൈക്കും സാധനമൊന്നും എടുത്തില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തൊക്കെ കേൾക്കത്തില്ല എന്നൊന്നും എനിക്കറിയത്തില്ല. സോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വലിയ കാര്യമായിട്ടൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലും ബിഹൈൻഡ് ദ സീൻസൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഉള്ളതൊക്കെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ. പിക്ചറിന് നാണമായിട്ടാണ് ഹെൽമെറ്റും വെച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും നാണമാണ്. ഇപ്പം ചെറുതായിട്ട് ഞാൻ ഇങ്ങോട്ട് ഇവിടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിക്കൊരു അപകടമൊക്കെ ഉണ്ട്. അതെ അവിടെ ഒരു കാറുകാരൻ നിർത്തിയിട്ടു. പുള്ളി കയറി വരുമെന്ന് ഞാൻ ഓർത്തില്ല. ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് പോന്നു. വലിയ ഒച്ചയൊക്കെ കേട്ടു ബ്രേക്ക് ഇടുന്നു. അയ്യോ, ഇതെന്റെ മിച്ചർ പേടിച്ചു പോയി. പക്ഷെ ഞാൻ പേടിച്ചില്ല. ഞാൻ റൈഡറാണല്ലോ, അതുകൊണ്ട് ഞാൻ പേടിച്ചില്ല. പക്ഷെ മിച്ചർ ഭയങ്കര ഭയചകിതനായിപ്പോയി. പിന്നെ ഞാൻ ആ പുള്ളിയുടെ ചീത്തയേക്കുന്നതിന് ഇപ്പുറം വണ്ടി എടുത്തോണ്ടെങ്കിൽ പോകും. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ. സേഫ്റ്റി കുടിക്കാൻ വേണ്ടി കയറി. ഞാൻ ആക്ച്വലി വ്ളോഗ് എൻഡ് ചെയ്തതാണ്. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് സംഭവിച്ചപ്പോൾ ഞാൻ എടുത്തു. ഇനി ചിലപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്യും. വീട്ടിൽ ചെന്ന അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ വയ്ക്കാത്തൊരു കാര്യം ലാസ്റ്റ് പറയാൻ മറന്നുപോയി. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. ഇന്നൊരു വ്ളോഗുണ്ട്. അപ്പം അത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇന്നലത്തെ ഇത് പറയാത്ത കാര്യം ഞാൻ ഓർത്തു. അപ്പം നിങ്ങൾക്ക് എൻ്റെ ആ ഫോട്ടോസൊക്കെ ഞാൻ കുറച്ചൊക്കെ വ്ളോഗിൽ തന്നെ ലാസ്റ്റ് കൊടുക്കാം, വളരെ കുറച്ച്. അപ്പം ബാക്കി കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ മതി. ഓണത്തിൻ്റെ അന്ന് അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. അത് പറയാൻ വേണ്ടി വന്ന്